ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ചർമ്മ വർണ്ണവർദ്ധിനിയായ ഷമ്മൂസ് പുനർജനി ഓയിലാണ് കേട്ടോ. അപ്പോൾ ഷമ്മൂസ് പുനർജനി ബ്രൈറ്റനിങ് ഓയിൽ എങ്ങനെ ഉപയോഗിക്കാം നമുക്ക്. നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് 2-3 തുള്ളി നമ്മൾ ഓയിലെടുത്ത് നല്ലപോലെ മുഖത്ത് മസാജ് ചെയ്യാം. എന്താ അതിൻ്റെ ഗുണം? ഇത് ഉപയോഗിച്ച് മസാജ് ചെയ്ത് നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് സ്റ്റീം എടുത്ത് സ്ക്രബ് ചെയ്തിട്ട്, ഷമ്മൂസിന് തന്നെ ഫേസ് പാക്ക് ഉണ്ട്, നമുക്ക് അതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഭംഗി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കും. എന്ന് എഴുതിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഐശ്വര്യറായി ആവണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആവുന്നില്ല. നിങ്ങളുടെ മുഖത്തിൻ്റെ തന്നത്ത് ഭംഗി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, എങ്ങനെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് മുഖം കരിവാളിക്കുക, പിന്നെ 1-2 ദിവസം വെയിൽ കൊണ്ട് വന്നിട്ട് ഞാൻ കറുത്ത് പോയി എന്ന് പറയുന്ന സമയമൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ മുഖത്തിൻ്റെ തിളക്കം വീണ്ടെടുക്കാനും ചർമ്മത്തിൻ്റെ ടോൺ, നമ്മൾ സ്കിന്നിന് അവിടെ ചുളിവുകൾ മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ ഇല്ലായ്മ ചെയ്യാനും യുവത്വത്തെ വീണ്ടെടുക്കാനും, ചുളിവുകൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാർദ്ധക്യ സഹജമായിട്ടുള്ള ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി കിട്ടാനൊക്കെ നല്ലതാണ് എന്ത് ഈ ഷമ്മൂസിൻ്റെ ഈ ബ്രൈറ്റനിങ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ചർമ്മത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ പറയുക മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യും, മുഖത്തുണ്ടാകുന്ന കുരുക്കൾ, വീക്കം ഇതൊക്കെ നീക്കം ചെയ്തിട്ട് നല്ല ബ്രൈറ്റ്നസ്സോട് കൂടി തന്നെ, തിളങ്ങുന്ന മുഖകാന്തിയോട് കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തെ വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മസാജ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റീം എടുക്കുക. സ്റ്റീം എടുത്തതിന് ശേഷം നല്ല അരിപ്പൊടി, റോസ് വാട്ടറോ അല്ലെങ്കിൽ പാലോ തേങ്ങാപ്പാലോ എന്തിലെങ്കിലും മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അരിപ്പൊടി കൊണ്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം ഷമ്മൂസിൻ്റെ ഫേസ് പാക്ക് ഉണ്ട്, അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ല നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് സ്റ്റീം എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നല്ല പോലെ സ്ക്രബ് ചെയ്തു. എന്നിട്ട് ഒന്ന് സ്റ്റീമൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ്. കണ്ടോ, നല്ലൊരു മാറ്റമല്ലേ. നല്ല നേരത്തെ കരിവാളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ആ കരിവാളിപ്പൊക്കെ പോയി. അപ്പോൾ ഒറ്റ ടൈം കൊണ്ടാണ് ഇങ്ങനെയെന്ന് നോക്കണം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം മാറ്റം ഉണ്ടാവും എന്നുള്ളതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇനി ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നും ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് നമ്മുടെ ഹെർബൽ ഫേസ് പാക്കാണ്, പുനർജനിയുടെ ഷമ്മൂസിൻ്റെ മറ്റൊരു ഉൽപ്പന്നമാണ് എന്ത് ഈ ഹെർബൽ ഫേസ് പാക്ക്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഒന്നെങ്കിൽ റോസ് വാട്ടറിൽ, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, റോസ് വാട്ടറിൽ സ്കിൻ ടോൺ അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇനി എന്താ ചെയ്യുക, ഈ ഹെർബൽ ഫേസ് പാക്ക് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. പുനർജനി ഷമ്മൂസ് ഹെർബൽ ഫേസ് പാക്ക് എന്താണ്, ഹെർബൽ ഫേസ് പാക്കാണ്. ഇതിൽ നമ്മൾ ചേർക്കുന്ന ചേരുവകൾ എന്ന് പറഞ്ഞാൽ വയമ്പുണ്ട്, രക്തചന്ദനം ഉണ്ട്, മഞ്ചട്ടി സ്കിന്നിൻ്റെ കളർ കൂട്ടുന്ന സാധനമാണ് കേട്ടോ. പിന്നെ കൊട്ടമുണ്ട്, ചന്ദനമുണ്ട്, രാമച്ചുണ്ട്, ആര്യവേപ്പുണ്ട്, ഇരട്ടിമധുരമുണ്ട്, അങ്ങനെ തുടങ്ങി റോസ് പൗഡർ, മിൾട്ടാണിമിൾട്ടിയൊക്കെ നമുക്കറിയാമല്ലേ. എല്ലാവരും ഫേസ് പാക്കായിട്ട് അത് മാത്രമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ടൈറ്റനിങ് ഫീൽ, അതായത് ലൂസായിട്ടുള്ള സ്കിന്നൊക്കെ എൻ്റെ സ്കിന്നൊക്കെ ലൂസായിട്ടുണ്ട്. കാരണം നമ്മൾ ശരീരം മെലിയുന്നതോടുകൂടി നമ്മുടെ സ്കിന്നൊക്കെ എന്താകും, ലൂസാവും അല്ലേ. ഞാനിപ്പോൾ കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പം സ്കിന്ന് ടൈറ്റാക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് എന്ത്, മിൾട്ടാണി ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്തും സ്കിന്ന് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ടൈറ്റാക്കി എടുക്കാൻ ഏറ്റവും നല്ലതാണ് എന്ത്, മിൾട്ടാണിമിൾട്ടി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് എല്ലാവരും ഇത് വാങ്ങി യൂസ് ചെയ്യണം എന്ന് പറയുകയാണ്. ചെയ്ത് നോക്കാം, ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. റോസ് വാട്ടറിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഒരു സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ ഞാൻ സ്പൂൺ എൻ്റെ കയ്യിലെടുത്തിട്ടില്ല, ഞാൻ കുറച്ച് ഇതിൽ അപ്ലൈ ചെയ്യാണ്. വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ, സമയം കുറച്ചായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ റേറ്റ് നമുക്ക് താങ്ങാവുന്ന റേറ്റൊക്കെ തന്നെയാണ്. 20 ഗ്രാമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ അത്രയും നല്ല നല്ല സാധനങ്ങളാണ്. 200 രൂപയാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഞാനിതിലേക്ക് അല്പം റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. യെസ്, അപ്പോൾ ഞാൻ പരീക്ഷിച്ചിട്ട് വേണം എനിക്ക് ജോഷ്ന മിസ്സിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ. അപ്പോൾ പലരും പരീക്ഷിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് നോക്കിയിട്ട് നാളെ ഞാൻ ജോഷ്ന ഡോക്ടർക്ക് ഇട്ടിട്ട് എങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നല്ല ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നല്ല തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ പശുവും പാലിലോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ബ്രൈറ്റ്നസ് കൂടും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അപ്ലൈ ചെയ്തിട്ടെ. ഓക്കെ, അപ്പോൾ ഞാനിതാ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കട്ടിയിലൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, വളരെ സ്മൂത്തായിട്ട് വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഞാനിത് കുറച്ച് സമയം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്തിട്ട്. ഒരുപാട് പേരുടെ റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്.
ഷംസീർ സാറിൻ്റെ ആയതുകൊണ്ട് പറയല്ല, നല്ല പ്രൊഡക്റ്റാണ്, നല്ല റിവ്യൂസാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാൻ ഷമൂസിൻ്റെ നമ്പറൊക്കെ ഞാനിതിൽ ആഡ് ചെയ്ത് തരാം. അപ്പം ആവശ്യമുള്ളവർ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 100 മില്ലിയാണ് ഷമൂസിൻ്റെ പുനർജനി ബ്രൈറ്റ്നസ് ഓയിൽ. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ആദ്യത്തെ സംഭവമാണ് ഇത്. നമ്മൾ ഹെർബൽ പേക്കുമാണ് കേട്ടോ. അപ്പം വില ഉണ്ടെങ്കിൽ അതിൽ കാര്യം ഉണ്ടായിരിക്കും. അപ്പം കാശ് വെറുതെ പോയി എന്നുള്ള തോന്നലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടെ അതെന്ത് ചെയ്യും, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിത് കഴുകിയിട്ട് വരാം കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, അങ്ങനെ ഉണങ്ങി പൊടിയായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എന്ത് ചെയ്യാം, ജസ്റ്റ് വെള്ളം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ കോട്ടണിൽ വെള്ളം മുക്കിയിട്ട് മെല്ലെ തുടച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടോ മുഴുവനായിട്ട് എന്തുണ്ടോ പൊടി പോലെ അല്ലേ, ഇതാ ശരിക്കും വലിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഇത് നേരിട്ട് എന്ത് ചെയ്ത് കഴുകരുത്. കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം വേണം കഴുകി മാറ്റാൻ, കഴുകുക തുടക്കുക ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ തന്നെ പോയിട്ട് കഴുകാതെ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്യുക, പൊളിച്ചെടുക്കാനൊന്നും ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ചർമ്മത്തിൽ ചുളിവ് വീഴാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകി തുടച്ച് വന്നു കേട്ടോ. നല്ല മാറ്റമല്ലേ സ്കിന്ന്. ഒറ്റ ദിവസം കൊണ്ടാണ് എനിക്ക്, ഒറ്റ പ്രാവശ്യം ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും എന്ന് ഇതിലൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഡെയിലി നമുക്ക് എന്ത് ചെയ്യാം, ഓയിൽ അപ്ലൈ ചെയ്യാം. ഓയിൽ കിടന്നുറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാം. കൂടുതലും തേക്കണമെന്നില്ല, 1-2 തുള്ളി മാത്രം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഒരു 7 ദിവസമൊക്കെ ചെയ്ത് നോക്കൂ, നല്ല മാറ്റം ഉണ്ടായിരിക്കും. മാറ്റം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷമൂസിൻ്റെ നമ്പർ ഞാനിവിടെ ആഡ് ചെയ്യാം. അതിലേക്ക് വിളിച്ച് അന്വേഷിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് നേരിട്ട് പ്രോഡക്റ്റ് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.